കാസർഗോഡ് ഉപ്പളയിൽ എടിഎമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന അരക്കോടിയോളം രൂപ പട്ടാപ്പകൽ കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരനെ ഛത്തീസ്ഗഡിൽ നിന്ന് മഞ്ചേശ്വരം പോലീസ് പിടികൂടി. തമിഴ്നാട് ഡിണ്ടിക്കൽ രാജി നഗർ സ്വദേശി ആറുമുഖൻ എന്ന കിട്ടുവിനെയാണ് പിടികൂടിയത്. ഛത്തീസ്ഗഡിലെ ഒളിവു കേന്ദ്രത്തിൽ നിന്ന് സാഹസികമായാണ് ഇയാളെ മഞ്ചേശ്വരം പോലീസ് കീഴടക്കിയത്. രണ്ടായിരത്തി 2024 കേസിനാസ്പദമായ സംഭവം. ഉപ്പളയിൽ എടിഎമ്മിൽ നിറയ്ക്കാനായി കൊണ്ടുവന്ന അരക്കോടി രൂപ അടങ്ങിയ ബോക്സ് പട്ടാപ്പകൽ കവർച്ച നടത്തിയ കേസിലാണ് മുഖ്യ സൂത്രധാരനായ ഡിണ്ടിഗൽ മെയിൻ റോഡ് രാംജി നഗറിലെ ആറുമുഖൻ എന്ന കിട്ടുവിനെ മഞ്ചേശ്വരം പോലീസ് ഛത്തീസ്ഗഡിലെ ഒളിവ് കേന്ദ്രത്തിലെത്തി സാഹസികമായി അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം SI ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആറുമുഖനെ പിടികൂടിയത്. 2024 മാർച്ച് 27 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഉപ്പള ടൗണിൽ കാസർഗോഡിന് നടക്കിയ ഈ വൻ കവർച്ച നടന്നത്. ആക്സിസ് ബാങ്കിൻ്റെ എടിഎമ്മിൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം സ്വകാര്യ കമ്പനിയുടെ വാനിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് ബോക്സ് അടക്കം സംഘം തട്ടിയെടുത്തു. ഉദ്യോഗസ്ഥനും ഡ്രൈവറും എടിഎമ്മിൽ പണം നിറയ്ക്കാൻ കയറിയ സമയത്തായിരുന്നു സംഭവം. വാൻ എടിഎമ്മിൻ്റെ മുന്നിൽ നിർത്തിയിട്ട ശേഷം കൗണ്ടറിൽ കയറി എടിഎം ബോക്സ് ക്രമപ്പെടുത്തുന്നതിനിടയിലാണ് കവർച്ച നടന്നത്. വാനിൻ്റെ സീറ്റിലായിരുന്നു പണമടങ്ങിയ ബോക്സ്. സംഭവ സമയം വാഹനത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. അന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാതിരുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. സമീപത്തെ കടകളിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ ലഭിച്ച സൂചനകൾ പ്രകാരം പോലീസ് അന്വേഷണം നടത്തുകയും കൂട്ടുപ്രതികളായ മുത്തുകുമാരൻ, കാർവരൻ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേസിലെ സൂത്രധാരനായ ആറുമുഖൻ ഒളിവിലായി. അന്വേഷണ സംഘം 2 വർഷമായി ഇയാൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഛത്തീസ്ഗഡിലെ ഒളിവ് കേന്ദ്രത്തിൽ ഇയാൾ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് ഛത്തീസ്ഗഡിലെത്തുകയും ഒളിവ് കേന്ദ്രത്തിൽ നിന്ന് അതിസാഹസികമായി ഇയാളെ പിടികൂടുകയുമായിരുന്നു. റിമാൻഡ് ചെയ്ത ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.